ഞങ്ങള് രണ്ടുപേരും ഒരേ ക്ലാസ് ആട്ടോ. ആയിഷാന്റെ അതേ ക്ലാസ്സാണ്, 3-ാം ക്ലാസ്സിലാണ്. കേരള സ്റ്റേറ്റ് സിലബസ് ആണ്. ആ, ഫായിസ് ദുബായിലോട്ട് പോയിട്ടില്ല. ഫായിസ് ഡിഡ്ന്റ് ഗോ ടു ദുബായ്. അടുത്തതേ, ഫായിസും ഖാദറും കൊച്ചിക്ക് പോയി. ആയിഷ, ഫായിസും ഖാദറും കൊച്ചിക്ക് പോയി. ഫായിസ് ആൻഡ് ഖാദർ എന്താണ്? പോയി എന്നാണ്. ഷാജു പറ. ഫായിസും ഖാദറും കൊച്ചിക്ക് പോയി. Faiz and Kader did go to Kochi. അയ്വാ, ഫായിസ്. ഓക്കെ, കുഴപ്പമില്ല. ഇനിയേ, നീ ചായ കുടിച്ചു. യു, നീ എന്ന് പറയാന് യു. കുടിച്ചു. ഷാജുവിന്റെ മുഖം കാണുന്നില്ല. നീ ചായ കുടിച്ചു. സാറേ, പറഞ്ഞോ ഷാജു, പറഞ്ഞോ. You drink tea. You ate tea. യു എയ്റ്റ് എന്ന് പറഞ്ഞാൽ തിന്നു എന്നാണ്. കുടിച്ചു എന്ന് പറയാന് ഡ്രിങ്ക് കുടിക്കുക. You drink tea. അല്ല, ഡ്രിങ്കിന്റെ പാസ്റ്റ് എന്താണ്? Drank അല്ല, drink. വെരി ഗുഡ് ജാബ്, യു നൈൽഡ് ഇറ്റ്. അതന്നെ, യു ഡ്രാങ്ക് ടീ. എന്താണ്? You drank tea. Drinking. വെരി ഗുഡ്. അടുത്തത്, പിന്നെ നിന്റെ ഉപ്പ പാട്ടുപാടി. You father. നിന്റെ ഉപ്പ എന്ന് പറയാൻ യു ഫാദറാ. Your father sing a song. യുവർ ഫാദർ സിംഗ് എ സോങ്. നിന്റെ ഉപ്പ പാട്ട് പാടുന്നുണ്ട്. പാടി എന്ന് പറയാന് സിംഗിന്റെ പാസ്റ്റ് എന്താണ്? Sang. വെരി ഗുഡ്, അത് തന്നെയാണ്. യുവർ ഫാദർ സാങ് സോങ്. നിന്റെ ഉപ്പ പാട്ട് പാടി. ഇല്ല, ഡിഡ് വെച്ചിട്ട് എങ്ങനെ പറയാൻ പറ്റും? സിംഗിനെല്ലാം പറയാം. യുവർ ഫാദർ ഡിഡ് സിംഗ് സോങ്. ജാബി എത്ര മൊഡ്യൂളായി? ഞാനിപ്പോ നോക്കുന്ന കൊറേ ദിവസമായി ക്ലാസ്സിലേക്ക് വരാതെ. എന്തായാലും നല്ല ഇമ്പ്രൂവ് ഉണ്ടല്ലോ. അന്ന് ഞാൻ ചോദിച്ചതിനേക്കാളെല്ലാം നല്ല സെറ്റില് പറഞ്ഞു. എനിഹൗ, ഞാൻ ക്ലാസ് കേൾക്കാതെ കൊറേ ദിവസമായി. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. നമുക്ക് മുന്നോട്ട് പോകുമ്പം, പിന്നെ ഞാൻ ദുബായിലോട്ട് പോവും. ഫ്യൂച്ചർ ആണേ. I will go to Dubai. വെരി ഗുഡ്. അത്രേ ഉള്ളൂ. ഐ വിൽ ഗോ ടു ദുബായ്. ഞാൻ ദുബായിലോട്ട് പോകും. ഇനി ഇങ്ങനെ വരുമ്പോഴേ ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ ആൻസർ പറയും. അപ്പൊ നമുക്ക് നല്ല വൈബായിട്ട് പോകാൻ പറ്റും. നെക്സ്റ്റ്, അവൻ പുസ്തകം വായിക്കും. He reads book. He will read book. എന്താണ്? വായിക്കുന്ന. He will read book. He will read book. Correct. അടുത്തത്, പിന്നെ നമ്മുടെ നിന്റെ അല്ല കേട്ടോ, നമ്മുടെ ഇക്കാക്ക സാൻഡ്വിച്ച് കഴിക്കും. നമ്മുടെ ഇക്കാക്ക സാൻഡ്വിച്ച് കഴിക്കും. നമ്മുടെ അങ്ങനെ പറയും. ഇക്കാക്ക പറഞ്ഞ ബ്രദറാണ്. അപ്പൊ നമ്മുടെ നമ്മുടെ അങ്ങനെ പറയും. അവർ ബ്രദർ. വെരി ഗുഡ്. അവർ ബ്രദർ.
എന്താന്നാ പറഞ്ഞ ഇംഗ്ലീഷ്? അവർ ബ്രദർ വിൽ Sandwich. ഈറ്റിംഗ് വേണോ? Eating. ഈറ്റിംഗ് വേണ്ട, ഈറ്റ് മാത്രം. Eat അവർ ബ്രദർ വിൽ ഈറ്റ് സാൻഡ്വിച്ച്. അവർ ബ്രദർ വിൽ ഈറ്റ് sandwich. സാൻഡ്വിച്ച്. ഓക്കെ. Sandwich. ഇനി ഇതൊരു ഇവന്റെ പേര് പിന്നെ ഹംദാൻ ആണെന്ന് അങ്ങനെ പറയും. ആരെ? അവന്റെ പേര്? അവന്റെ പേര് ഹംദാൻ ആണ്, എങ്ങനെ പറയും? അവന്റെ എങ്ങനെയാ പറയാ? ഹിസ്. വെരി ഗുഡ്, വെരി ഗുഡ്. His name. His name is Hamdan. Very good. Hamdan. Okay. ഇനിയേ അവരുടെ വീട് കൊച്ചിയിലാണ്. Their home. Their house. Their house is Kochi. Their house to കൊച്ചിയോ? Is Their Kochi. Their Is house Kochi. is in കൊച്ചി. അത്ര മതി, സിമ്പിൾ. ഓക്കെ. ഇനി എന്റെ ഫ്രണ്ട് ഡോക്ടറാണ്. Your friend is doctor. Your friend is doctor. മൈ ഫ്രണ്ട് ഈസ് Your friend is. യുവർ നിന്റെ അല്ലേ? എന്റെ. Sorry. My friend is doctor. മൈ ഫ്രണ്ട് ഈസ് ഡോക്ടർ. നെക്സ്റ്റ് പിന്നെ ഷാഹിദിന്റെ മാമൻ പോലീസാണ്. മാമൻ എന്ന് പറയും അമ്മോന്. അങ്കിൾ എന്ന് പറഞ്ഞാൽ മതി. അങ്കിൾ. Shahid uncle. ഷാഹിദ് അങ്കിൾ. ഷാഹിദ് എന്ന് പറഞ്ഞിട്ടേ നമ്മളൊരു എസ് ചേർക്കണം കേട്ടോ. ഷാഹിദ് ഇട്ട് ഒരു മുകളിൽ Uncle. ഷാഹിദ്. Shahid's uncle. The ഈസ് is police. ഈസ് എ പോലീസ്. ഒരു പോലീസ്. Is a police. ഷാഹിദിന്റെ അങ്കിൾ ഒരു പോലീസ് ആണെന്ന് പറയുന്നത് ഈസ് എ പോലീസ്. പോലീസ് ആണെന്ന് മാത്രം പറയാം ഈസ് പോലീസ്. ഓക്കെ. പിന്നെ അടുത്തത് നമ്മൾ അനാഥരാണ്. ഇപ്പൊ We നമ്മൾ are the അനാഥരാണ്, orphanage. ഗുണ്ടകളല്ല. We are the orphanage. ഇത് ഇംഗ്ലീഷിൽ ആർക്ക് പറയാൻ പറ്റും? നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ല. we orphanage. അങ്ങനെ. We are We are orphanage. orphans. We are orphans. We are orphans. ഉം. ഗുണ്ടകളല്ല. ഗുണ്ടകളല്ല അങ്ങനെ പറയും. ഗുണ്ടന്റെ ഇംഗ്ലീഷ് എന്താണ്? ബട്ട് വി ആർ നോട്ട് ഗാങ്സ്റ്റേഴ്സ്. But we are not gangster. നമ്മൾ അനാഥരാണ്, ഗുണ്ടകൾ. ഏത് കാര്യം ഇങ്ങനെ കേൾക്കുമ്പോഴേ നമ്മൾ അതിനൊക്കെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയാൽ മതി. പിന്നെ അടുത്തത് ഇതാട്ടോ നമ്മളെ പാടത്തിൽ മൊത്തം ഉണ്ടാകുന്ന അംജു. ദിവനാണ്. അംജു. പിന്നെ അംജു കളിക്കുകയാണെന്ന് പറഞ്ഞ അംജു plays. വെരി ഗുഡ്. അംജു പ്ലേസ്. ഇനിയേ ഒന്ന് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കാം. നമ്മളെ ഇപ്പം നിങ്ങൾക്ക് സ്കൂളിലെല്ലാം കേട്ടിട്ടുണ്ടാവുക, അധികം നമ്മൾ പ്ലേയിങ് എന്നാണ് പറയാം. അംജു പ്ലേയിങ് ഫുട്ബോൾ. അംജു ഫുട്ബോൾ കളിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ആദ്യം പഠിപ്പിച്ചെന്താണ്? അംജു പ്ലേസ് ഫുട്ബോൾ ആണ്. അത് ഈ വ്യത്യാസം കറക്റ്റ് ശ്രദ്ധിക്കണം. എങ്ങനെ വെച്ചാലേ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ ഇപ്പൊ എന്താ ചെയ്ത് ഇപ്പൊ ഹംദാൻ എന്താ ചെയ്യുന്നുള്ളത്? ഇപ്പൊ ഹംദാന് പിന്നെ ഫുഡ് കഴിച്ചോണ്ടിട്ടുണ്ട് അല്ലെ? ഇപ്പൊ മീറ്റിംഗ് ആണ്. ഇനിയിപ്പം ഹംദാൻ എല്ലാ ദിവസവും ഫുഡ് കഴിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ മാത്രമാണോ ഫുഡ് കഴിക്കുന്നത്? അല്ല, എപ്പോഴും ഫുഡ് കഴിക്കാറുണ്ട്. നമ്മള് സാധാരണ എപ്പോഴുള്ള ഒരു കാര്യത്തിന് പറയാൻ എന്ത് പറയുന്ന വെച്ചാല് ഹംദാൻ ഈറ്റ്സ് ഫുഡ്. ഹംദാൻ ഈറ്റ്സ് ഫുഡ്. ഹംദാൻ ഫുഡ് കഴിക്കാറുണ്ട്. നേരെ മറിച്ച് ഞാൻ ഈ പറയുന്ന ടൈമിൽ, ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹംദാൻ ഫുഡ് കഴിച്ചോണ്ടല്ലോ ഉള്ളേ. ഇപ്പൊ എന്താ പറയേണ്ടത്? അവിടെയാണ് നമ്മൾ ഈസ് ആറാമ വരേണ്ടത്. ഹംദാൻ ഈസാറാം. വെരി ഗുഡ്. വെരി ഗുഡ്, എക്സലന്റ്. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈസ് ആർ ആം ഇതും വരും, ഇതിന് കൂടെ ആര് വരും? ING വരും. നമ്മള് ING നോക്കണേ. ഓക്സിലറി വെർബ് അല്ലേ? അതെ. പിന്നെ നോക്കണേ,
ഹംദാൻ ഈറ്റ്സ് ഫുഡ് എന്ന് പറയുന്നതിന് ഹംദാൻ ഈറ്റ്സ് ഫുഡ്, ഹംദാൻ എപ്പോഴും ഫുഡ് കഴിക്കാറുണ്ട്, അറിയാം നമുക്ക് എന്തായാലും ഒരു ഫുഡ് കഴിക്കുന്നുണ്ടാവും. അതേപോലെ Hamzan eating food. ഈറ്റിംഗ് ഫുഡ് എന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ വ്യത്യാസം എന്തെന്ന് മനസ്സിലായല്ലോ. നമ്മൾ ഹംദാൻ ഈറ്റ്സ് ഈറ്റിംഗ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ സമയത്തും ഫുഡ് കഴിച്ചുകൊണ്ട് വേണം, മനസ്സിലായോ? അങ്ങനെ. നമ്മൾ ഈ പറയുന്ന സമയത്തും ഫുഡ് കഴിക്കണം. ഈ രണ്ട് ടെൻസിന്റെ പേര് പഠിച്ചു വെച്ചോട്ടെ, എല്ലാ കുട്ടികളും പഠിച്ചോ. ആദ്യത്തേത് ഹംദാൻ ഈറ്റ്സ് ഫുഡിനെ നമ്മൾ പറയാ സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ് നമ്മളെ പത്രം ഉണ്ടല്ലോ, ന്യൂസ് പേപ്പറിൽ മൊത്തം ഉണ്ടാവുക സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. ഒരു പുസ്തകത്തിലെല്ലാം കൂടുതൽ ഉണ്ടാവുക സിമ്പിൾ പ്രസന്റ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം അത് പഠിപ്പിച്ചത്. അതേപോലെ ഹംദാൻ ഈസ് ഈറ്റിംഗ് ഫുഡിനെ പറയുന്ന പേര് മറന്നോവല്ല. ഷാജു പേര് പറഞ്ഞേ, എന്ത് പ്രസന്റ്? വെരി ഗുഡ്, പ്രസന്റ് കണ്ടിന്യൂസ്. മറ്റൊരു സിമ്പിൾ പ്രസന്റ് ആണ്, ഇതോ പ്രസന്റ് കണ്ടിന്യൂസ്. പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന നേരത്തെ ഉപയോഗിച്ചുകൊണ്ട് പോകണം. ഇപ്പൊ പിന്നെ അംജു ഫുട്ബോൾ എപ്പോഴും കളിക്കാറുണ്ട്, നേരെ മറിച്ച് ഞാൻ പറയുന്ന സമയത്തും ഫുട്ബോൾ കളിക്കുന്നതാണെങ്കിലേ നമ്മൾ ഇവിടെ എന്ത് കൂട്ടണം? ഈ സാറാം കൂട്ടണം, ING വേണം, ഈ സാറാം. അംജു ഈസ് പ്ലേയിങ് ഫുട്ബോൾ. ഓക്കെ, അംജു ഈസ് പ്ലേയിങ് ഫുട്ബോൾ. പിന്നെ അംജു ഇടക്കിടക്ക് കളിക്കാറുണ്ട് എന്ന് പറയാന് അംജു പ്ലേസ് ഫുട്ബോൾ. കൂടുതൽ നോക്കണം, സിമ്പിൾ ആണ്. അംജു ഫുട്ബോൾ കളിക്കുകയാണെന്ന് പറയാന് അംജു ഈസ് പ്ലേയിങ് ഫുട്ബോൾ. ഇനി അംജും തപ്പും ഫുട്ബോൾ കളിക്കുകയാണ്, തപ്പു മോള് അംജും തപ്പും ഫുട്ബോൾ കളിക്കുകയാണെന്ന് പറയാന് അംജു ആൻഡ് തപ്പു ആർ പ്ലേയിങ് ഫുട്ബോൾ. മനസ്സിലായോ? ഈസ് ഒരാൾക്കാണ്, ആറ് കുറെ ആൾക്കാണ്. അംജു ഈസ് പ്ലേയിങ് ഫുട്ബോൾ, അംജു ആൻഡ് തബ്ബു ആർ പ്ലേയിങ് ഫുട്ബോൾ. ആ ഒരു വ്യത്യാസം മനസ്സിലായോ? ആം ഐക്ക് ഐ, ഞാൻ ഫുട്ബോൾ കളിക്കുകയാണ്, ഐ ആം പ്ലേയിങ് ഫുട്ബോൾ. അങ്ങനെ മനസ്സിലായല്ലോ? ഈസ് ആറ് ആം, ഈ മൂന്നിന്റെ അർത്ഥം മറക്കല്ല. ഈസ് ആറ് ആം, ഈ മൂന്നിന്റെ അർത്ഥം ആണ് ആണ് ആണ്. ഭയങ്കര അപ്ഡേറ്റ് ആട്ടോ. ഈസ് ആറ് ആം, ഈ മൂന്നിന്റെ അർത്ഥം എന്താണ്? ആണ്. അതായത് നമ്മൾ ഈ പറയുന്ന കാര്യത്തിൽ ആണ് ആകുന്നു എന്ന് വരും. ഇപ്പം അംജു പോലീസ് ആണ് എന്ന് പറയാൻ അംജു ഈസ് പോലീസ്, ഈസിന്റെ അർത്ഥം ആണ് എന്നാണ്. അംജു ഫുട്ബോൾ കളിക്കുകയാണ്, ഇപ്പൊ പറയുന്ന സമയത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അംജു എന്ത് ചെയ്യാണ്? അവന് ഫുട്ബോൾ കളിക്കുകയാണ്. ഞാൻ ഫുട്ബോൾ കളിക്കുകയാണ്, ഐ ആം പ്ലേയിങ് ഫുട്ബോൾ. നീ ഫുട്ബോൾ കളിക്കുകയാണ്, യു ആർ പ്ലേയിങ് ഫുട്ബോൾ. അവൻ ഫുട്ബോൾ കളിക്കുകയാണ്, ഹി ഈസ് പ്ലേയിങ് ഫുട്ബോൾ. അവൾ ഫുട്ബോൾ കളിക്കുകയാണ്, ഷീ ഈസ് പ്ലേയിങ് ഫുട്ബോൾ. നമ്മൾ ഫുട്ബോൾ കളിക്കുകയാണ്, വി ആർ പ്ലേയിങ് ഫുട്ബോൾ. അവർ ഫുട്ബോൾ കളിക്കുകയാണ്, ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ. ഇതേ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഞാനിപ്പം പറയുന്നു, എല്ലാവരും ഒന്ന് സൈലന്റ് ആവാ. ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാത്തിനും ഇതേപോലെ പ്രാക്ടീസ് ചെയ്യാം. ഐ ആം ഈറ്റിംഗ് ഫുഡ്, യു ആർ ഈറ്റിംഗ് ഫുഡ്, ഹി ഈസ് ഈറ്റിംഗ് ഫുഡ്, ഷീ ഈസ് ഈറ്റിംഗ് ഫുഡ്, ദേ ആർ ഈറ്റിംഗ് ഫുഡ്, വി ആർ ഈറ്റിംഗ് ഫുഡ്. അങ്ങനെ പറയണം. അല്ലാണ്ട് വി ആർ ഈറ്റിംഗ് ഫുഡ് ഇതൊക്കെ നമ്മൾ ഒരിക്കലും ആദ്യം പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം. പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സ്പീഡ് പറഞ്ഞ് ശീലിക്കണം. എന്താക്കുന്ന ഒന്ന് നോക്ക്, എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചു. ഞാൻ പറയുന്ന പോലെ എന്നെ പറയണം. ആദ്യം ഐ, പിന്നെ യു. ആദ്യം ഐ, പിന്നെ യു, പിന്നെ ഹി അവൻ, പിന്നെ ഷി അവൾ. ആദ്യം ഐ ഞാൻ, പിന്നെ യു നീ, പിന്നെ ഹി അവൻ, പിന്നെ ഷി അവൾ, പിന്നെ നമ്മൾ വി, പിന്നെ അവർ ദേ. ഓക്കെ, ആദ്യം ഞാന്, പിന്നെ നീ, എന്നിട്ട് അവൻ ഹി, എന്നിട്ട് അവൾ ഷീ, എന്നിട്ട് നമ്മൾ എന്നിട്ട് അവർ ദേ. ഓക്കെ, കിട്ടിയല്ലോ? എന്നിട്ട് നോക്കണം, ഞാൻ പറയുന്ന പോലെ ഇപ്പൊ ആരും പറയല്ല. ആദ്യം ഞാൻ പറയുന്ന കേൾക്കാം. പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കുന്നതിന് പറയാം. ഐ ആം ഈറ്റിംഗ് ഫുഡ്. ഉണ്ടല്ലോ എന്ത് ഫുഡ് പിന്നെ മേടിച്ചരാ. നോക്കോ, എല്ലാരും ശ്രദ്ധിക്ക്. ഞാൻ ഭക്ഷണം കഴിക്കാണ്. ഐ ആം ഈറ്റിംഗ് ഫുഡ്, ഐ ആം ഈറ്റിംഗ് ഫുഡ്. ഇത് നമ്മൾ പറയുമ്പോഴേ ഒരിക്കലും ഐ ആം ഈറ്റിംഗ് ഫുഡ് എന്നല്ല പറയാ, മറിച്ച് ആം ഈറ്റിംഗ് ഫുഡ്. പറഞ്ഞ എല്ലാരും ആം ഈറ്റിംഗ് ഫുഡ്. പിന്നെ ഫുഡ് അല്ല, ഫുഡ്. ആം ഈറ്റിംഗ് ഫുഡ്. പറഞ്ഞ ആം ഈറ്റിംഗ് ഫുഡ്. ഐ എന്ന് പറയേ വേണ്ട, ആം എന്ന് മാത്രം പറഞ്ഞാൽ മതി. ആം ഈറ്റിംഗ് ഫുഡ്. അതായത് എഴുതുന്ന ഐ ആം ഈറ്റിംഗ് ഫുഡ്, വായിക്കുമ്പോ ആം ഈറ്റിംഗ് ഫുഡ് പറ. ഓക്കെ, നെക്സ്റ്റ് നീ, യു ആർ ഈറ്റിംഗ് ഫുഡ് പറ.
You are eating food. എല്ലാരും ഉറക്കെ പറഞ്ഞ യു ആർ ഈറ്റിംഗ് ഫുഡ്. You അപ്പൊ സാറേ ഇത് പറഞ്ഞോ. are eating. യു ആർ ഈറ്റിംഗ് ഫുഡ്. ഇതേ പറയുമ്പോ നല്ലോണം സൂക്ഷിക്കണം. നമ്മൾ മിസ്റ്റേക്ക് വരുന്നത് നമുക്കറിയാം. യു ആർ ഈറ്റിംഗ് ഫുഡ്, അത് കേൾക്കാൻ രസമില്ല. ആറ് എന്നുള്ളതിന് പകരം ആന്ന് മാത്രം പറഞ്ഞ് യു എന്ന് പറ. ആദ്യം യു എന്ന് പറ. Are eating. you യു എന്നിട്ട് ആറ് എന്ന് പറയണ്ട, ആ എന്ന് പറ. യു ആ you are eating യു food. ആ ഈറ്റിംഗ് ഫുഡ്. You are eating food. യു ആർ ഈറ്റിംഗ് ഫുഡ്. യു ആർ ഈറ്റിംഗ് ഫുഡ്. യു ആർ ഈറ്റിംഗ്. അതങ്ങനെ You- പറഞ്ഞു പറഞ്ഞ് ശീലിക്കണം. അപ്പൊ You are തെറ്റാ. eating food. ഞാൻ പറയുന്നത് ആദ്യത്തെ You രണ്ടെണ്ണം നമുക്ക് are സെറ്റ് ചെയ്യാം. eating food. I am eating food. You are eating food. I am eating food. You are eating food. പറ. I'm eating food. You are eating food. ഓക്കേ. സാഹിദ് പറ. I am eating food. You are eating food. You are eating food. I am eating food. You are eating I food. am eating food. ഓക്കേ. നെക്സ്റ്റ് നോക്കണേ. He is eating food. He is eating food. പറഞ്ഞ he is eating food. നമ്മളത് പറയുമ്പോഴേ പിന്നെ ഈസ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറയൂലേ. ഈസ് നമ്മൾ ഈസ് എന്ന് പറഞ്ഞാൽ മതി. ഈസ്. ഹി ഈസ് പറഞ്ഞ He is eating food. ഹി എന്ന് പറഞ്ഞ് ഗ്യാപ്പ് വരണം കേട്ടോ. ഹി ഈസ് അങ്ങനെ പറയണ്ട. ഹീസ് എന്ന് പറ. He is eating food. ഹാനെ നീട്ടിയാ മതി. ഹീസ് eating He is food. eating. പറ. He is eating food. തെറ്റ്. ജാബി കറക്റ്റ് ആവുന്നില്ല. ജാബി പറഞ്ഞ സംഭവം ശരിയാണ്. ഹി ഈസ് ഈറ്റിംഗ് ഫുഡ്. സ്റ്റോപ്പ്. എല്ലാരും ഷയാൻ സ്റ്റോപ്പ്. He is. അതെ സ്റ്റോപ്പ്. ഞാൻ ആദ്യം പറയുന്ന ശ്രദ്ധിക്ക്. നമ്മൾ പറയുന്നത് ഹി ഈസ് ഈറ്റിംഗ് ഫുഡ് ആണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഹി അത് കഴിഞ്ഞിട്ട് ഗ്യാപ്പ് ഹി ഈസ് അങ്ങനെ പറയണ്ട. പകരം ഹീന്ന് നീട്ടി പറ. ഹീസ്. ശേഷം എസ് അല്ല കേട്ടോ. സെഡ്. ഹീസ് പറഞ്ഞേ. He ഹീ ഗ്യാപ്പ് വേണ്ട. തീരെ ഗ്യാപ്പ് വേണ്ട. is. ഹീസ് പറ. ആ ഹീസ് ഈറ്റിംഗ് ഫുഡ് പറ. He is eating food. ആ എനി ഷീ അതേപോലെയാണ്. ഷീ ഈസ് ഈറ്റിംഗ് ഫുഡ് എന്ന് പറയണ്ട. ഷീസ് ഈറ്റിംഗ് ഫുഡ്. She is eating food. I'm eating food. You are eating food. He is eating food. She is eating food. പറഞ്ഞേ. She is eating food. സ്റ്റോപ്പ്. എല്ലാവരും I'm സ്റ്റോപ്പ് eating- ചെയ്യാം. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. എന്നിട്ട് പറയാം. I'm eating food. You are eating food. He is eating food. She is eating food. പറഞ്ഞേ. പറ എല്ലാരും. I'm eating. പറ. I'm eating food. You are eating food. He is. He is eating food. She is eating food. ഓക്കെ അല്ലേ? ആ നെക്സ്റ്റ്. We are eating food. എന്താണ്? We are eating food. We are വേണ്ട കേട്ടോ. ആറ് വേണ്ട. You are അല്ല. You are. അതേപോലെ we are. We are eating food. We are eating We are food. eating. We are eating food. വി എന്ന് പറയുമ്പോഴേ വി അല്ല കേട്ടോ. വാൻഡ് അല്ല. റൗണ്ട് ആവണം. We are. കണ്ടോ? We are eating food. We are eating food. We are. ഞാൻ ആറ് എന്ന് പറയുന്ന സംഭവമേ പറയാറില്ല. We are eating food. We are eating food. Okay. I'm eating food. You are eating food. He is eating food. She is eating food. We are eating food. എന്നിട്ടേ അവർ ഭക്ഷണം കഴിക്കുന്നു എന്ന് പറയാനേ. അവർ ഭക്ഷണം കഴിക്കുന്നു എന്ന് പറയാന് ദേ എന്നാണ് പറയാ. They പക്ഷേ are eating food. They എവിടെ are വെച്ചേ? eating food. നാവ് ഇവിടെ വെച്ചിട്ട് ദാന്ന് പറയല്ല. അറബിയിൽ ഒരു അക്ഷരമുണ്ട്. ദാലിന്റെ മുകളിൽ പുള്ളി ഇട്ടിട്ട് ര. അതേ സാധനാണ് രേ. They are eating food. They are eating They food. are eating food. They are eating food. They are eating food. കോമഡി എന്ന് വെച്ചാല് നിങ്ങൾ They are സ്കൂളിൽ eating പോയിട്ട് food. I'm eating food. ആ I'm eating food. We are eating food. എന്നിട്ട് he is eating food. He is eating food. She is eating food. She is eating food. We are eating food. We are eating food.
They are eating food. They are eating food. Very good. They are eating food. They are eating food. They അടിപൊളി. are ജാബിന്റെ eating food. പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ രീതിയിൽ എല്ലാവരും എന്ത് ചെയ്യണം, നമ്മളെ എത്രമാത്രം നിങ്ങൾ പ്രാക്ടീസ് ആക്കുന്ന അത്രമാത്രം റിസൾട്ട് ഉണ്ടാവും. നമ്മൾ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ റിസൾട്ട് ഉണ്ടാവത്തില്ല. അപ്പൊ ഇതെല്ലാവരും ഇതേപോലെ പറഞ്ഞിട്ട് പിന്നെ വീഡിയോ കാണുന്നില്ല, വീഡിയോ ഒക്കെ ഇട്ടിട്ടാണെങ്കിൽ നന്നാണ്, അല്ലെങ്കിൽ വോയിസ് ആയിട്ടെങ്കിൽ ഇപ്പം തന്നെ ഗ്രൂപ്പിലിടാം കേട്ടോ. ഇപ്പം തന്നെ ഗ്രൂപ്പിലിടാം. I'm eating food. ഞാൻ ടൈപ്പ് ചെയ്ത് ഗ്രൂപ്പിലിടാം. We are eating food. ഞാൻ ടൈപ്പ് ചെയ്ത് ഗ്രൂപ്പിലിടാം. അതേ നോക്കിയിട്ട് എല്ലാവരും അതേപോലെ നോക്കി പറയാട്ടോ. അപ്പൊ നമുക്ക് ഇന്നിപ്പോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. 1/2 മണിക്കൂർ ആയല്ലോ. അതേപോലെ പ്രാക്ടീസ് ചെയ്തിട്ട് എല്ലാവരും ഇടാം. Amca. Apa cukup baik le cajwa. Anda sangai. Amca caju mother sirmunang la sile. Anja. Mother sirmunang la sile. School terang la sile. Hah? Eating food. She's eating food. She's eating food. Amca. Nah. എല്ലാവരും ഇതേ രീതി പറയണം. ഐ ആം ഈറ്റിംഗ് ഫുഡ്, യു ആർ ഈറ്റിംഗ് ഫുഡ്, ഹീ ഈസ് ഈറ്റിംഗ് ഫുഡ്, ഷീ ഈസ് ഈറ്റിംഗ് ഫുഡ്, വി ആർ ഈറ്റിംഗ് ഫുഡ്, ദേ ആർ ഈറ്റിംഗ് ഫുഡ്. നോക്കണേ, ഞാൻ പറഞ്ഞത് ഐ ആം ഈറ്റിംഗ് ഫുഡ് ഡാ എന്നല്ല കേട്ടോ, അങ്ങനത്തെ സംഭവം ഇംഗ്ലീഷിലില്ല. ഫുഡ് അത് മതി, ഒരു കാറ്റ് വരുന്നൊരു സംഭവം. ഐ ആം ഈറ്റിംഗ് ഫുഡ്. യു ആർ അല്ല കേട്ടോ, ARE. അതിനെ നമ്മൾ വായിക്കുക ആർ. നമ്മൾ സ്കൂളിൽ ടീച്ചേഴ്സും വായിക്കുക അതേപോലെ ആയിരിക്കും. നമ്മൾ പക്ഷേ പ്രാക്ടീസ് ചെയ്യുമ്പോഴേ ആ എന്ന് പറയണം. എന്താണ് ആ? സിമ്പിൾ മലയാളത്തിൽ ആ ഇ ഉണ്ടല്ലോ, ആ എന്ന് പറഞ്ഞാൽ മതി, അപ്പോൾ സെറ്റാവും. യു ആർ ഈറ്റിംഗ് ഫുഡ്. ഹീ ഈസ് എന്ന് പറയണ്ട. ഹീ കഴിഞ്ഞിട്ട് ഈസ് ഉണ്ടല്ലോ, അതിനിടെ ഗ്യാപ്പ് വേണ്ട കേട്ടോ. ഹീസ് സെഡ് ആക്കിയാൽ മതി. ഹീസ് ഈറ്റിംഗ് ഫുഡ്. ഷീസ് അതേപോലെയാണ്. ഷീസ് ഈറ്റിംഗ് ഫുഡ്. വി ആർ ഇന്ത്യൻസ്. വി ആർ അമേരിക്കൻസ്. വി ആർ സ്റ്റുഡൻസ്. നമ്മൾ വിദ്യാർത്ഥികളാണ്. വി ആർ സ്റ്റുഡൻസ്. വി ആർ ഈറ്റിംഗ് ഫുഡ്. ദേ ആർ ഈറ്റിംഗ് ഫുഡ്. ഇതേ രീതിയിൽ എല്ലാവരും പറഞ്ഞിട്ട് ഇപ്പം തന്നെ വോയിസ് കേട്ടോ.